മലയാളികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ಮುಂಗಾರು മಳೆ എന്ന കന്നഡ സിനിമയിലെ അനിസുತ್ತಿದೆ ಯಾಕೋ ಇಂದು എന്ന സോങ്ങിൻ്റെ സരള അനുവാദം ഇന്ന് നോക്കാം. അനിസുತ್ತಿದೆ ಯಾಕೋ ಇಂದು നീനേനെ നന്നവളെന്തു. അനിസുತ್ತಿದೆ തോന്നുന്നു. ഈ വാക്കിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണണം. കാരണം ഈ വാക്കിൻ്റെ പല യൂസേജ് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ തോന്നുന്നു എന്നർത്ഥം. യാക്കോ, യാക്കെ എന്ന് പറഞ്ഞാൽ എന്തിന്, യാക്കോ എന്തിനോ അല്ലെങ്കിൽ എന്തോ. ഇന്ദു ഇന്ന്, ಇವತ್ತು എന്നും പറയാം. അനിസുತ್ತಿದೆ യാക്കോ ഇന്ദു തോന്നുന്നു എന്തോ ഇന്ന്, അതായത് എന്തോ എനിക്കിന്ന് തോന്നുന്നു. നീനേനെ നന്നവളെന്തു, നീനേനെ നീ തന്നെയാണ്, നന്നവളു എന്തു, നന്നവളു അതായത് ഒരു പെൺകുട്ടിയെ കാണിച്ച് പറയുമ്പോഴാണ് നന്നവളു എന്ന് പറയുന്നത്. അത് അവളു, നന്നവളു അതായത് എൻ്റേതാണ്. ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ നന്നവനു എന്ന് പറയാം. നന്നവളു എന്തു, നന്നവളെന്തു എൻ്റേതാണ് എന്ന്, അതായത് നീനേനെ നന്നവളെന്തു നീ തന്നെയാണ് എൻ്റേത് എന്ന്, അതായത് നീ എൻ്റേതാണെന്ന്. അനിസുತ್ತಿದೆ ಯಾಕೋ ಇಂದು നീനേനെ നന്നവളെന്തു എന്തോ എനിക്കിന്ന് തോന്നുന്നു, നീ തന്നെയാണ് എൻ്റേതെന്ന്. മായದ ಲೋಕದಿಂದ ನನಗಾಗಿ ಬಂದವಳೆಂದು. മായದ മായയുടെ, ലോകದಿಂದ ലോകത്തിൽ നിന്നും, ನನಗಾಗಿ അതായത് ನನಗಾಗಿ എനിക്ക് വേണ്ടി, ನನಗೋಸ್ಕರ എന്നും പറയാം. ಬಂದವಳು എന്തു, ಬಂದವಳೆಂದು വന്നവളാണെന്ന്. മായದ ಲೋಕದಿಂದ ನನಗಾಗಿ ಬಂದವಳೆಂದು മായയുടെ ലോകത്തിൽ നിന്നും എനിക്ക് വേണ്ടി വന്നവളാണെന്ന്. ಆಹಾ ಎಂಥ ಮಧುರ ಯಾತನೆ ಕೊಲ್ಲು ಹುಡುಗಿ ಒಮ್ಮೆ ನನ್ನ, ಹಾಗೆ ಸುಮ್ಮನೆ ಅನಿಸುತ್ತಿದೆ ಯಾಕೋ ಇಂದು. ആഹാ, മലയാളത്തിലും എന്തെങ്കിലും ആശ്ചര്യകരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആഹാ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ. എന്ത എന്തൊരു, മധുര മധുരമുള്ള, യാതനെ യാതന കഷ്ടപ്പാടുകൾ, വേദന കന്നഡ നോവ് എന്നും പറയാം. ആഹാ എന്ത മധുര യാതനെ, ആഹാ എന്തൊരു മധുരമുള്ള വേദന, അതായത് സ്നേഹത്തെ കുറിച്ച് പറയുകയാണ്. അതായത് എന്തൊരു മധുരമുള്ള വേദനയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, സ്നേഹം എന്ന് പറയുന്നത് സന്തോഷം പോലെ തന്നെ പെയിൻഫുൾ ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കും നായകൻ ഇങ്ങനെ പാടുന്നത്. കൊല്ലു ഹുടുകി ഒമ്മെ നന്ന ഹാഗെ സുമ്മനെ. കൊല്ലു ഹുടുകി ഒമ്മെ നന്ന, കൊല്ലു കൊല്ല്, ഹുടുകി പെൺകുട്ടി, ഒമ്മെ ഒന്ന്, നന്ന എന്നെ. ഇവിടെ നന്ന എന്ന് പറയുമ്പോൾ എൻ്റെ എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ നന്നന്നു എന്ന വാക്ക് ചുരുക്കിയാണ് നന്ന എന്ന് പറയുന്നത്, അതായത് എന്നെ. കൊല്ലു ഹുടുകി ഒമ്മെ നന്ന, കൊല്ല് പെൺകുട്ടി, എന്നെ ഒന്ന്, അതായത് എന്നെ ഒന്ന് കൊന്നു തരൂ പെൺകുട്ടി എന്നാണ് പറയുന്നത്. ഹാഗെ സുമ്മനെ അങ്ങനെ വെറുതെ. ഇപ്പോൾ ഒരാൾ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ എന്ന് പറയാറില്ലേ. അപ്പോൾ അതാണ് ഹീഗെ സുമ്മനെ എന്ന് പറയുന്നതിന് പകരം ഹാഗെ സുമ്മനെ, അങ്ങനെ വെറുതെ. അനിസുತ್ತಿದೆ ಯಾಕೋ ಇಂದು എന്തോ എനിക്കിന്ന് തോന്നുന്നു. ಸುರಿಯುವ ಸೋನೆಯು ಸೂಸಿದೆ ನಿನ್ನದೇ ಪರಿಮಳ. സുരിയുവ കോരിച്ചൊരിയുന്ന, സോനയു സോന എന്ന് പറഞ്ഞാൽ കാലവർഷം, മഴ. സുരിയുവ സോനയു കോരിച്ചൊരിയുന്ന മഴയും, സൂസിതെ നിന്നതേ പരിമള, സൂസിതെ പടർത്തുന്നു, നിന്നതേ നിന്ന നിൻ്റെ, നിന്നതേ നിൻ്റേത് തന്നെ, പരിമള സുഗന്ധം, നിൻ്റെ സുഗന്ധം പടർത്തുന്നു, അതായത് കോരിച്ചൊരിയുന്ന മഴയും നിൻ്റെ സുഗന്ധം പടർത്തുന്നു. ആദ്യത്തെ മഴയ്ക്ക് മണ്ണിൻ്റെ ഒരു സുഗന്ധം നമുക്ക് അനുഭവപ്പെടാറില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതായത്
കാലവർഷം പെയ്യുമ്പോൾ ആ മണം ആ പെൺകുട്ടിയുടേതാണെന്നാണ് പറയുന്നത്. ഇന്നാറ കനസലു നീನು ಹೋದರೆ ತಳಮಳ. ഇന്നാറ കനസലു, ഇന്നാറ അതായത് ഇന്നു യാറു എന്ന് പറഞ്ഞാൽ ഇനി ആരാ, അതായത് വേറെ ആര്. ഇവിടെ ഇന്നാറ വേറെ ആരുടെയെങ്കിലും, കനസലു കനസ് സ്വപ്നം, കനസലു സ്വപ്നത്തിലും, നീನು ಹೋದರೆ നീ പോയാൽ, തളമള തളമള അസ്വസ്ഥത, ചടപ്പടിക്കുക എന്ന് പറയാം കന്നഡയിൽ വേറൊരു വാക്കാണ്, അതായത് റെസ്റ്റ്ലെസ്നെസ്. നീನು ಹೋದರೆ തളമള, ആരുടെയെങ്കിലും സ്വപ്നത്തിൽ നീ പോയാൽ എനിക്ക് അസ്വസ്ഥതയാണ്. പൂർണ്ണചന്ദ്ര ರಜೆ ಹಾಕಿದ ನಿನ್ನಯ ಮಗುವನ್ನು ಕಂಡಕ್ಷಣ. പൂർണ്ണചന്ദ്ര അതായത് പൂർണ്ണചന്ദ്രൻ, ರಜೆ ಹಾಕಿದ അവധിയെടുത്തു, നിന്നയ മുഖವನ್ನು ಕಂಡಕ್ಷಣ നിൻ്റെ, നിന്നയ നിന്ന നിൻ്റെ, മുഖವನ್ನು അതായത് മുഖವನ್ನು, മുഖം, കണ്ടക്ഷണം കണ്ടപ്പോൾ തന്നെ, നിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പൂർണ്ണചന്ദ്രൻ അവധിയെടുത്തു. എന്തുകൊണ്ടായിരിക്കും? അതായത് അവളുടെ മുഖം അത്രയ്ക്കും പ്രകാശമുള്ളതായിരിക്കണം. ന ഖൈദി നീനെ സെറമനെ. ന അതായത് നാനു, ഖൈദി തടവുകാരൻ, ഞാൻ തടവുകാരനാണ്. നീനു നീ, നീനെ നീ തന്നെയാണ്. സെറമനെ, സെറമനെ എന്ന് പറഞ്ഞാൽ തടവറ, ഞാൻ തടവുകാരനും നീ തടവറയുമാണ്. ತಪ್ಪಿ ನನ್ನ ಅಪ್ಪಿಕೋ ಒಮ್ಮೆ ಹಾಗೆ ಸುಮ್ಮನೆ ಅನಿಸುತ್ತಿದೆ ಯಾಕೋ ಎಂದು. തപ്പി നന്ന അപ്പിക്കോ ഒമ്മെ, ഒന്ന് എന്നെ കെട്ടിപ്പിടിക്കൂ, ഹാഗെ സുമ്മനെ അങ്ങനെ വെറുതെ, അനിസുത്തിದೆ ಯಾಕೋ ಎಂದು ಇನ್ನೆಂದೋ തോന്നുന്നു. ತುಟಿಗಳ ಹೂವಲ್ಲಿ ಆಡದ ಮಾತಿನ ಸಿಹಿ ಇದೆ. ತುಟಿ ചുണ്ട്, തുട്ടികള ചുണ്ടുകളുടെ, ഹൂവലി പൂവിൽ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂവിനെ പോലെ മൃദുലമായ ചുണ്ടിൽ, ആടത മാത്തിന സിഹീതെ, ആടത പറയാത്ത, മാത്തു സംസാരം അല്ലെ വാക്ക്, അപ്പോൾ ഇവിടെ പറയാത്ത വാക്കുകളുടെ, സിഹീതെ മാധുര്യമുണ്ട്, സിഹി മധുരം. മനസ്സിന് പുട്ടതലി, മനസ്സു മനസ്സ്, മനസ്സിന മനസ്സിൻ്റെ, പുട്ട താള്, അത് പുസ്തകത്തിൻ്റെ താള്, പുസ്തകത്താള്, പുട്ടതലി താളിൽ, ഇവിടെ മനസ്സിന് പുട്ടതലി മനസ്സിൻ്റെ താളിൽ, കേവല നിന്നതെ സഹീതെ, കേവല വെറും, നിന്നതെ നിൻ്റേത് തന്നെ, സഹീതെ സഹി ഒപ്പ്, സിഗ്നേച്ചർ ഇത് ഉണ്ട്, സഹീതെ സിഗ്നേച്ചർ ഉണ്ട്, മനസ്സാകുന്ന പേജിൽ നിൻ്റെ സിഗ്നേച്ചർ മാത്രം ഉണ്ട്. ಹಣೆಯಲ್ಲಿ ಬರೆಯದ ನಿನ್ನ ಹೆಸರ ಹೃದಯದಿ ನಾನೇ ಕೊರೆದಿರುವೆ. ಹಣೆಯಲ್ಲಿ, ಹಣೆ നെറ്റി, ഹണയലി നെറ്റിയിൽ, ബറയത എഴുതാത്ത. മലയാളത്തിൽ തലയിലെഴുത്ത് എന്ന് പറയുമ്പോൾ കന്നഡയിൽ ഹണയലി അതായത് നെറ്റിയിലാണ് എഴുതുന്നത്, മലയാളത്തിൽ തലയിലാണ് എഴുതുന്നത് അല്ലേ. നിന്ന ഹെസറ നിൻ്റെ പേര്, നിന്ന ഹെസറു നിന്ന ഹെസറ നിൻ്റെ പേര്, ഹൃദയതി ഹൃദയത്തിൽ, നാനെ കൊറെതിരുവേ നാനെ ഞാൻ തന്നെ, കൊറെതിരുവേ കൊത്തിയെടുത്തു. തലയിൽ എഴുതാത്ത അതായത് എൻ്റെ വിധിയിലില്ലാത്ത നിൻ്റെ പേര് ഹൃദയത്തിൽ ഞാൻ തന്നെ കൊത്തിയെടുത്തു. ನಿನಗುಂಟೆ ಇದರ ಕಲ್ಪನೆ ನನ್ನ ಹೆಸರ ಕೂಗೆ ಒಮ್ಮೆ ಹಾಗೆ ಸುಮ್ಮನೆ. നിനകുണ്ടെ നിനಗೆ ഉണ്ട അതായത് നിനക്ക് ഉണ്ടോ, നിനകിതിയാ എന്ന് പറയാം, നിനಗೆ ഇതയാ നിനക്ക് ഉണ്ടോ. ഇതറ ഇതിൻ്റെ, കൽപ്പന കൽപ്പന എന്ന് പറഞ്ഞാൽ ഭാവന, കന്നഡയിൽ ഊഹെ ഭാവന എന്നൊക്കെ പറയാം, അതായത് ഇമാജിനേഷൻ. നിനകുണ്ടെ ഇതറ കൽപ്പന നിനക്കുണ്ടോ ഇതിൻ്റെ ഭാവന, അതായത് നിനക്കതിൻ്റെ വല്ല വിചാരവും ഉണ്ടോ. ನನ್ನ ಹೆಸರ ಕೂಗೆ ಒಮ್ಮೆ ನನ್ನ ಹೆಸರು എൻ്റെ പേര്, കൂകെ ഒമ്മെ കൂകെ അതായത് ഉറക്കി വിളിക്കൂ, ഒമ്മെ ഒന്ന്,
ನನ್ನ ಹೆಸರ ಹೂಗೆ ಒಮ್ಮೆ. എൻ്റെ പേര് ഒന്ന് ഉറക്കെ വിളിക്കൂ, ಹಾಗೆ സുമ്മനെ, അങ്ങനെ വെറുതെ. ഇനിയുള്ള വരികളൊക്കെ ഞാൻ ഇതിനകം വിവരിച്ചതാണ്, അതുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. താങ്ക് യു.